ഇഷ്ടപ്പെട്ട് മുസ്ലിം ആവലുണ്ട്, കഷ്ടപ്പെട്ട് മുസ്ലിം ആവലുണ്ട്. ഇഷ്ടപ്പെട്ട് സുന്നിയാവലുണ്ട്, കഷ്ടപ്പെട്ട് സുന്നിയാവലുണ്ട്. ഇഷ്ടപ്പെട്ട് ആബിദാവലുണ്ട്, കഷ്ടപ്പെട്ട് ആബിദാവലുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടായിരിക്കണം. മൂന്ന് കാര്യങ്ങളിൽ ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഈമാന്റെ രസം കിട്ടുള്ളൂ എന്ന് ഹദീസിലുണ്ട്. വജദ ഹലാവത്തുൽ ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. മൻ റളിയ ബില്ലാഹി റബ്ബൻ, ആരെങ്കിലും അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെട്ടാൽ, അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിച്ചാൽ നല്ലട്ടോ. അംഗീകാരം ഏതായാലും ഉണ്ടാവും, അംഗീകരിക്കാതിരിക്കാൻ കഴിയൂല. അള്ളാഹിനെ അംഗീകരിക്കാതിരിക്കാൻ കഴിയൂല. അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്താപ്പ കാട്ട പടച്ചോന്റെ ഒരു വിധിയല്ലേ എന്ന് പറയും നമ്മൾ ചിലപ്പോ. അത് ഇഷ്ടപ്പെട്ടല്ല, വേറെ വഴിയില്ലാത്തോണ്ടാണ്. ഇഷ്ടപ്പെട്ട് അംഗീകരിക്കണതല്ല, അത് ഇടങ്ങാറായിട്ട് എന്താപ്പ കാട്ടുക എന്നുള്ളതാണ്. 5 സെന്റ് സ്ഥലമുണ്ട്, തറപ്പണി കഴിഞ്ഞിട്ടുണ്ട്, ജില്ലാ ബാങ്കിൽ നിന്ന് ലോണ് കിട്ടാനുണ്ട്. എന്താപ്പ കാട്ടുക, പലിശ നമുക്ക് ഹറാമായി പോയില്ലേന്ന് ഒരു രസം ഉണ്ടാവില്ല. അത് കഷ്ടപ്പെട്ട് അംഗീകരിച്ചതാണ്, ഇഷ്ടപ്പെട്ട് അംഗീകരിച്ചതല്ല. അപ്പൊ അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുക എന്ന് പറഞ്ഞതാണ് ഒന്നാമത്തെ കാര്യം. എന്താ അള്ളാഹിനെ റബ്ബായിട്ട് അംഗീകരിക്കാറിയാല്? റബ്ബ എന്ന് പറഞ്ഞാൽ പരിപാലിച്ചു എന്നാണ് അർത്ഥം. യുറബ്ബി എന്ന് പറഞ്ഞാൽ പരിപാലിക്കുമെന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് റബ്ബ് എന്ന വാക്ക്, പരിപാലിക്കുന്നവൻ എന്നാണ്. പരിപാലനം എന്ന് പറഞ്ഞാൽ നോക്കേണ്ടതിനെ നോക്കേണ്ടതുപോലെ നോക്കുക എന്നതാണ് പരിപാലനം. ഓരോ വസ്തുവിനെയും എങ്ങനെയാണോ നോക്കേണ്ടത് അങ്ങനെ നോക്കുക. സാലിം ഫൈലിയെ നോക്കേണ്ടതുപോലെ സാലിം ഫൈലിയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് സാലിം ഫൈലിക്ക് തോന്നണേനാണ് എൻ്റെ റബ്ബ് എന്ന് പറയുന്നത്. വേറെ ആളെ നോക്കേണ്ട മാതിരിയല്ല. ഓരോരുത്തരും വെവ്വേറെയാണ് അല്ലാഹു തആല നോക്കണത്. എല്ലാവരും ഒന്നിച്ചൊറ്റ നോട്ടല്ല. 10,000 ഉറുമ്പുകൾ ഉള്ള ഒരു ഉറുമ്പിന്റെ വരി വരുന്നുണ്ടെന്ന് വിചാരിക്കുക. ഒരു ഉറുമ്പിന്റെ കറുത്തൊരു ഉറുമ്പിന്റെ വരി ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ 10,000 ഉറുമ്പുണ്ട്. എന്നാൽ 1 കിലോ അരിയൻ കൊടുത്തുകൊണ്ട് എല്ലാവരും കൂടി ഓരിച്ചെടുത്തോളി എന്ന് പറയലല്ല അല്ലാഹു തആല. ഓരോ ഉറുമ്പിനും വേറെ വേറെ ഭക്ഷണം കൊടുക്കുക. തേരട്ട എന്നുള്ളൊരു സാധനമുണ്ട്. തേരട്ട കുറെ കാലുള്ളൊരു സാധനം. അതിന്റെ ബാക്കെന്ന് അല്ലാഹു തആല ഇങ്ങനെ മൊത്തത്തിൽ ഒറ്റ ഉന്തു കൊടുക്കല്ല. ഓരോ കാലിനെയും വേറെ വേറെ ഇളക്കുന്നവനാണ് അല്ലാഹു തആല. അതാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ. നോക്കേണ്ടതിനെ നോക്കേണ്ടതുപോലെ നോക്കുക. അത് ഒരാൾക്ക് ഇഷ്ടമായിരിക്കണം. സാലിം ഫൈദിയെ എങ്ങനെയാണ് നോക്കേണ്ടത്, അങ്ങനെ എന്നെ നോക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നതിനെയാണ് അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തോന്നിയില്ലെങ്കിൽ എന്നുള്ള പ്രശ്നം, ദുആക്ക് ഇജാബത്തില്ലാന്ന് തോന്നും. ഒരാൾക്ക് അള്ളാഹുവിനെ റബ്ബാണെന്ന് ഇഷ്ടം തോന്നിയില്ലെങ്കിൽ ദുആക്ക് ഇജാബത്തില്ലെന്ന് തോന്നും എന്നതാണ് കുറച്ച് വലിയ കാര്യം. ഞാൻ പറഞ്ഞ നിങ്ങളൊന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവും. നമ്മളെപ്പോൾ തോർക്കുമ്പോഴും അതിൻ്റെ ഒക്കെ ഉള്ള കൂടെ ഉള്ളത് റബ്ബന എന്നാണല്ലോ. റബ്ബന ആതിന, റബ്ബന ഹബ് ലനാ, റബ്ബന ളലംനാ അൻഫുസനാ, റബ്ബന തഖബ്ബൽ മിന്നാ, ഒക്കെ റബ്ബന ഉണ്ടാവും. ആ റബ്ബ് എന്നുള്ള വാക്ക് അസ്മാഉൽ ഹുസ്നയിൽ ഇല്ല. ഇൻഷാ അല്ലാഹ് എല്ലാ ദുആയിന്റെ കൂടെയും ഖാലിഖായ അല്ലാഹുവിനെ മഖ്ലൂഖായ മനുഷ്യൻ വിളിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിളി എൻ്റെ റബ്ബേ എന്ന വിളിയാണ് എന്നാണ്. എൻ്റെ റബ്ബേ. അതുകൊണ്ടാണ് എല്ലാ ദുആന്റെയും കൂടെ റബ്ബന എന്ന് കൊടുത്തത്. എൻ്റെ റബ്ബേ, എന്നെ നോക്കേണ്ടതുപോലെ നോക്കുന്നവനെ എന്നാണ്. നമുക്ക് ചിലപ്പം തോന്നും 5 വക്ത് നിസ്കരിച്ച് സുബഹി നിസ്കരിച്ചിട്ട് തോരന്നിട്ടു ഇന്റെ പെരപ്പണി തീരുന്നില്ല. അപ്പുറത്ത് വേറൊരു ചങ്ങായുണ്ട്, ഓനെ പടിഞ്ഞാട്ടുന്തിട്ടാലും കേക്കോട്ടെ ഉഗ്ഗുള്ളൂ. ഓന്റെ പേരപ്പണി കഴിഞ്ഞ് മേലക്ക് തട്ടിന്റെ പണിയും തുടങ്ങിയിട്ടുണ്ടല്ലോ. എന്താ ഞാൻ ഇങ്ങനെ ആയത്? എന്റെ ദുആക്ക് മാത്രം ഉത്തരമില്ലല്ലോ എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അള്ളാഹു റബ്ബാണ് എന്ന ബോധമില്ലാത്തതുകൊണ്ടാണ്. എന്താ റബ്ബ് പറഞ്ഞാല്? റബ്ബ് എന്ന് പറഞ്ഞാല് റബ്ബിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഞമ്മക്ക് തോന്നുമ്പോഴല്ല, അവന് തോന്നുമ്പോഴാണ്. നിങ്ങൾ എന്നോട് തോരുന്നോളി ഞങ്ങൾക്ക് ഉത്തരം തരാന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഞമ്മക്ക് തോന്നുമ്പോ തരാന്നല്ല, ഓന് തോന്നുമ്പോ തരാന്നാണ്. തരും എന്നുള്ളത് ഉറപ്പാണ്. അള്ളാഹുവിന്റെ അതിൽ അവന്റെ നീതി എന്താണെന്ന് മുഴുവനായും ബോധ്യപ്പെടൽ ദുനിയാവ് കൊണ്ട് മാത്രമല്ല ആഖിറം കൂടി ചേർന്ന് വരുമ്പോഴാണ്.
ആഖിറത്തിലെത്തുമ്പോൾ മനസ്സിലാകും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത്, എന്റെ പെരപ്പണി തീരാഞ്ഞത്, എന്തിനാ എനിക്ക് ദണ്ണുണ്ടായത് എന്ന് മനസ്സിലാവും. നേരത്തെ നമ്മൾ ഇബ്രാഹിം നബിയുടെ താരീഖ് പറഞ്ഞു. നമ്രൂദ് രാജാവിനെതിരിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രവർത്തിച്ചത്. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നമ്രൂദ് രാജാവ് തീയിലിടാൻ വേണ്ടി കൊണ്ടുപോകുകയാണ്. ആ സമയത്ത് മുഖറബുൽ അംലാക്കായ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഇറങ്ങി വന്നിട്ട് ഇബ്രാഹിം നബിനോട് ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എനിക്കെന്താണ് ആവശ്യമുള്ളത് എന്ന് എന്നേക്കാൾ അറിയുന്നവനാണ് എൻ്റെ റബ്ബ്. അതിനാൽ എനിക്ക് എൻ്റെ റബ്ബിനോട് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ഇത് നമ്മള് അള്ളാഹു തആലക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് പടച്ചോനെ, ഇത് ചെയ്യണതൊന്നും ശരിയല്ല, എനിക്ക് എൻ്റെ പെരപ്പനൊന്നും ഇത്ര നീട്ടിക്കൊണ്ടുപോകണത് ശരിയല്ല, തുടങ്ങിയിട്ട് 1.5 കൊല്ലമായി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എന്ന് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും പോലെയാണ് ദുആ. ദുആ എന്ന് പറയുന്നത് അവകാശം ചോദിക്കലല്ല, ദുആ എന്നതൊരു ഇബാദത്താണ്. ദുആ ഇബാദത്താണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ നമുക്ക് എന്തോ കാര്യമായിട്ട് അള്ളാന്റെ അടുത്ത് കിട്ടാണ്ട് അവകാശം ചോദിക്കാണ്, ഒരവകാശവും കിട്ടാനില്ല. തന്നതിന് നമ്മൾ ഇതുവരെ ശുക്രൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മഹ്ശറയിൽ ഒരാളെ കൊണ്ടുവരെന്ന് പറയുന്നുണ്ട്, ഹദീസിലുണ്ട്. ഒരു മനുഷ്യൻ മഹ്ശറയിൽ വരും, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യൻ സ്വാലിഹായ ഒരു മനുഷ്യനേക്കാരം. അപ്പൊ ആ മനുഷ്യനോട് പറയും, മലക്കുകളോട് പറയും, പഠിച്ച മലക്കുകളെ, എൻ്റെ ഒരു സ്വാലിഹായ അടിമ വന്നിട്ടുണ്ട്, എൻ്റെ റഹ്മത്ത് കൊണ്ട് അവനെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ പറയത്തരേ, പഠിച്ചോനെ എൻ്റെ റഹ്മത്തൊന്നും വേണ്ടി വരില്ല, എൻ്റെ ഇബാദത്തൊന്ന് കണക്കൂട്ടിയാൽ തന്നെ പോകാൻ പറ്റും, അതിനാത്രയും ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ അല്ലാഹു തആല വീണ്ടും പറയും, ബൽ ബി റഹ്മത്തി, മലക്കുകളെ കണക്കൊന്നും കൂട്ടാൻ നിൽക്കണ്ട, ഇന്റെ റഹ്മത്ത് കൊണ്ട് ഓനെ സ്വർഗത്തിലാക്കിക്കാളി എന്ന് പറയുമ്പോൾ ഓൻ രണ്ടാമതും പറയും, പഠിച്ചോനെ റഹ്മത്തൊന്നും വേണ്ടി വരില്ല, ഞാൻ അത്യാവശ്യം ഉംറയും സിയാറത്തും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്, എത്തിങ്ങാനൊക്കെ കുറച്ച് പൈസ കൊടുത്തിട്ടുള്ള ആളാണ്, അതുകൊണ്ട് എന്റെ അമലൊന്ന് കണക്കൂട്ടിയാൽ തന്നെ സ്വർഗത്തിൽ പോകാൻ മാത്രമേ ഉണ്ടാവൂ, അതൊന്ന് കൂട്ടിയാൽ മതി, എന്റെ റഹ്മത്തൊന്നും വേണ്ട എന്ന് പറയുന്നതാണ്. മൂന്നാമത് മനുഷ്യൻ പറയും, പഠിച്ചോനെ എന്നാലും എനിക്ക് എന്റെ ഇബാദത്തിന്റെ കണക്കൊന്ന് കൂട്ടിക്കണ്ടാല് ഒരു റാഹത്തുണ്ടായിരുന്നു എന്ന് പറയുമ്പോ അള്ളാഹു പറയും മലക്കുകളോട്, എന്നാ ഒന്ന് കൂട്ടി കാണിച്ചു കൊടുത്താലേ അറിയാം. അങ്ങനെ ആദ്യം കണ്ണ് എന്ന നിഅമത്തിനെ പരിചയപ്പെടുത്തുന്നതാണ്. ആദ്യം മഹ്ശറയിൽ പരിചയപ്പെടുത്തുന്നത് കണ്ണ് എന്ന നിഅമത്തിനെയാണ്. അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള കണ്ണ് എന്ന നിഅമത്ത്, ഒരു നോട്ടം നമ്മൾ നോക്കുമ്പോൾ 3 കോടി വസ്തുക്കളെയാണ് ഒറ്റ നോട്ടത്തിൽ കാണുന്നത് എന്നാണ്. ഞാൻ ഈ ക്ലാസ് ആണ് നോക്കുകയാണെങ്കിൽ ക്ലാസ് മാത്രമായിട്ട് ഒരിക്കലും കാണൂല, അതിന്റെ മുമ്പിലുള്ള ബോക്സ് കാണുന്നുണ്ട്, ക്ലാസ്സിന്റെ ബാക്കിലുള്ള പിന്നെ ഫ്ലാസ്ക് കാണുന്നുണ്ട്, അതിന്റെ അപ്പുറത്തുള്ള കസാലി, ആൾക്കാർ, കർട്ടന്, അങ്ങനെ ഓരോ മനുഷ്യന്റെയും രോമങ്ങള്, ഓന്റെ കുപ്പായം, അതിന്റെ നൂല്, ഇങ്ങനെ 3 കോടി വസ്തുക്കളാണ് ഒറ്റ നോട്ടത്തിൽ കാണുന്നത്. ഒരു മനുഷ്യൻ ഒരിക്കൽ ഓന്റെ കണ്ണുകൊണ്ട് നോക്കുന്ന ആ സാധനം CCTV ക്യാമറ വെച്ചിട്ട് നോക്കണമെങ്കിൽ 30,000 ക്യാമറകൾ വേണ്ടി വരുമെന്നാണ്. അതാണ് കണ്ണിന്റെ കപ്പാസിറ്റി. അതുകൊണ്ട് കണ്ണ് എന്ന നിഅമത്തിനെ പരിചയപ്പെടുത്തിയിട്ട് ഇവൻ ചെയ്ത ഇബാദത്തുകൾ അതിന് ശുക്റായിട്ടുള്ള കണക്കൂടിയും കൊടുക്കുമ്പോൾ കണ്ണ് എന്ന ഒരൊറ്റ നിഅമത്തിനെ കവർ ചെയ്യാൻ ഇനി ഇബാദത്ത് ചെയ്യേണ്ടി വരുന്നതാണ്. ഇത് കാണുമ്പോൾ അവൻ പറയത്തില്ല, പഠിച്ചോനെ വേണ്ട, ഇന്റെ ഇബാദത്ത് കൊണ്ട് വേണ്ട, എന്റെ റഹ്മത്ത് കൊണ്ട് മതി. അങ്ങനത്തെ അള്ളാനോടാണ് എന്താ തരാത്തതെന്ന് ചോദിക്കണേ നമ്മള്.